ദുശാഠ്യങ്ങളെന്ന് പറഞ്ഞാൽ ദൈവവചനങ്ങളിൽ നിന്നും ദൈവ പദ്ധതികളിൽ നിന്നും മാറാൻ വേണ്ടി തീരുമാനം എടുക്കാതിരിക്കുക. ശാഠ്യങ്ങൾ നല്ലതാ, പക്ഷേ ബൈബിള് ദുശാഠ്യങ്ങളെന്ന് പറയണത് മോശമായ ശാഠ്യങ്ങളെയാണ് ദുശാഠ്യങ്ങളെന്ന് പറയണത്. ആത്മശോധന ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ് ദുശാഠ്യങ്ങൾ. അത് മദ്യപാനമായാലും നമ്മൾ അന്യർക്ക് കൊടുക്കാനുള്ള പണമായാലും ചില ആൾക്കാരെ കൊടുക്കാനുള്ളതാണെങ്കിലും കിട്ടിയാലും നിങ്ങൾ കൊടുക്കാത്തവരുണ്ട്. ചിലപ്പോൾ കൂടപ്പിറപ്പുമാർക്ക് ആർക്കും കൊടുക്കാനുണ്ടാകണത്. തന്തയ്ക്ക് വിളിക്കുന്നവർക്കും തെറി പറയുന്നവർക്കൊക്കെ നിങ്ങൾ പേടിച്ച് കൊടുക്കും. കണ്ണീരിടുന്നവർക്ക് നിങ്ങൾ കൊടുക്കത്തില്ല, അവരെ വിരട്ടുകയുള്ളൂ. ചിലപ്പോൾ പെങ്ങളായിരിക്കും, ചിലപ്പോൾ അവരുടെ വായ്പ വാങ്ങിച്ചതായിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കൾ എവിടെയെങ്കിലും അഡ്മിഷന് വേണ്ടി ആങ്ങളയോട് പഴയ കാശ് ചോദിച്ചതായിരിക്കും. നിങ്ങളവരെ പറ്റിക്കും. പെങ്ങളായാലും നാട്ടുകാരായാലും ദൈവം ആരോട് ചെയ്തു എന്നേക്കാളുപരി എന്ത് ചെയ്തു എന്നാണ് നോക്കണത്. എന്താണ് നീ ചെയ്തതെന്നല്ലേ ചോദിച്ചത്. കായനോട് ചോദിച്ചപ്പോൾ എന്താണ് നീ ചെയ്തതെന്നാണ് ചോദിച്ചത്. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഉടമ്പടി ആത്യന്തികമായ അനുഗ്രഹം പ്രാപിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിക്കാൻ, നിൻ്റെ ഇൻ്റർവ്യൂവിന്, നിൻ്റെ ടെസ്റ്റിന്, നിൻ്റെ നൈപുണ്യ പരീക്ഷയ്ക്ക്, രജിസ്റ്റർ കച്ചേരിയിൽ, കോടതിയിലെല്ലാം വരികയല്ലേ അമ്മ, ബൈ പേഴ്സൺ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ദൈവവചനപ്രകാരം അഹങ്കാരം അവസാനിപ്പിച്ച് എളിമയോടെ വ്യാപരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് 10-20 വർഷങ്ങളായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത ചേച്ചിമാരൊക്കെ ആരാധനയ്ക്കിട്ട സന്ദേശം കൊണ്ട് കർത്താവ് ആ സമയത്ത് സുഖപ്പെടുത്തിയത് നിങ്ങൾ കേട്ടു. നിങ്ങളെയും അതുപോലെ ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇപ്പോഴും മൂക്കിൽ നിന്ന് എപ്പോഴും ചൊറിഞ്ഞ വെള്ളം വരും, ചൊറിയണ വെള്ളം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇടത് മൂക്കിൻ്റെ ദൂരത്തു നിന്ന് ചൊറിയണ വെള്ളം വരും. ചില സമയത്ത് വലത് മൂക്കിൽ നിന്നും തുള്ളി കുത്തിയത് വരും. തലക്കൊണ്ടാകുന്ന കേടായാലും ഈശോ ആ വ്യക്തിയെ ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ചൂട് ഹല്ലേലൂയ. സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നൽകുന്ന ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള ഓരോ രോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഇപ്പം നമ്മുടെ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. സാക്ഷ്യം പറയാൻ സഹായിക്കണമേ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ കിഡ്നി രോഗികളെ സ്പർശിക്കണമേ. അങ്ങനെ അണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. കരൾ രോഗികളെ സ്പർശിക്കണമേ. അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. എല്ലാ കിഡ്നി രോഗികളെയും സ്പർശിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. എല്ലാ കിഡ്നി രോഗികളെയും കർത്താവെ സ്പർശിച്ച് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ രോഗികളെയും, എല്ലാ ലിവർ രോഗികളെയും കർത്താവെ
നീ സ്പർശിച്ച് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ സെബസ്ത്യാനോസിനോട് നേർച്ച നേർന്നിട്ടുള്ള ചില രോഗികളുണ്ട്. അവർ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുന്നതായിട്ട് ആന്തരികമായ ബോധ്യം കിട്ടിയിട്ടുണ്ട്. കൂടാതെ വാരിപ്പറ്റ് ബാക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പുറകിലുള്ള വാരിപ്പറ്റുകളിലെ അസ്ഥികൾക്ക് ബലക്ഷയം, അത് പൊട്ടിപ്പോകുമോ ദ്രവിച്ചു പോകുമോ ഉറഞ്ഞിരിക്കുകയാണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥകൾ. ചില സമയത്ത് വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അതും പതിരയുമായിട്ട് കുറേ ബന്ധമുള്ളതാണ്. പൊട്ടയായുള്ള പതിരകൾ, അതാണ് ഈ വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരണത്. സാധാരണ ബാഡ് സ്മെല്ല് വരണത് വയറിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇതല്ല, ഇത് പതിരയ്ക്ക് കുഴപ്പങ്ങളുള്ള കാരണം അങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് കൂടാതെ അസ്ഥികളിലെ മാന്തി കഴിയുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചുവന്നുകൊണ്ട് വരും. നടു വിട്ടിരിക്കണ പോലെ തോന്നും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലയിൽ മിന്നിപ്പിടിക്കും, കണ്ണിൽ നിന്ന് പൂവിച്ച പോണവർ തോന്നും. വലത് കൈകൊണ്ട് അവർ ഒരത്തെ പിടിച്ചുകൊണ്ട് താങ്ങി നിൽക്കാൻ പറ്റത്തുള്ള ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ ബലഹീനതകള്, ബലക്കുറവുകള്, രോഗാവസ്ഥകള്, ആന്തരിക അവയവങ്ങളുടെ ബലഹീനതകള്, രോഗങ്ങള് എല്ലാം നീ വെളിപ്പെടുത്തിക്കൊണ്ട് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് പാടും. വലിയ സന്തോഷത്തോടെ കൈകളടിച്ച് പാടട്ടെ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വാദരോഗികളെ, വെരിക്കോസിന്റെ അസുഖമുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. വിസർപ്പ രോഗികളെ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഈശോയെ, ആന്തരിക അവയവങ്ങൾക്ക് ക്യാൻസർ ഉള്ളവര്, രക്തസ്രാവക്കാര്, സിസ്റ്റുള്ളവര്, മുഴകളുള്ളവര് യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻമരിയ. ഞാൻ കലൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആലപ്പുഴ തന്നെയാണ് വീട്. എൻ്റെ ഇടവക കാട്ടൂർ സെൻറ്റ് മൈക്കിൾസ് ഫെറോന ചർച്ചാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ 9-ാം തീയതിയാണ്. അപ്പം ഞാൻ 3 വർഷമായിട്ട് നീറ്റ് ഡ്രോപ്പ് ചെയ്ത് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ബോർഡറിലാണ് എനിക്ക് MBBSൻ്റെ അഡ്മിഷൻ നഷ്ടമായത്. അപ്പം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. പണ്ട് മുതലേ നല്ലതുപോലെ തന്നെ സ്കൂളിലൊക്കെയാണ് അക്കാഡമിക്സ് നല്ലതുപോലെ പഠിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മെറിറ്റിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. എൻ്റെ ബുദ്ധിയിലും ഞാൻ പഠിക്കും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. കുർബാനയ്ക്ക് പോകുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിനംപ്രതി നൊവേനയൊക്കെ ചൊല്ലുകയും നമ്മൾ വീട്ടിൽ കൊന്തേർപ്പിക്കുകയും ചെയ്യുന്നൊരു കുടുംബമായിരുന്നു നമ്മൾ. അപ്പം എനിക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും സയൻറ്റിഫിക് കാര്യങ്ങളുടെ പുറകിൽ പോവുകയും ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ പൂർണ്ണമായിട്ടും ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി നല്ലപോലെ അതിൽ പങ്കുകൊണ്ട് അതിന് ശേഷം എനിക്ക്
ഞാൻ കുറേ ഉഴപ്പി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ശരിയായില്ല. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലായിലേക്ക് പോയി. പാലായിൽ പോയിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് കുറേയൊന്നും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പങ്കെടുക്കുകയും ബൈബിൾ വായനയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എപ്പോഴോ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഫെബ്രുവരിയിൽ പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിനോട് അടുക്കും തോറും ഞാൻ പ്രാർത്ഥന കുറേയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ മുഴുവൻ പഠനത്തിലേക്ക് ഞാൻ എൻ്റെ ഫോക്കസ് ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പം എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നത് വെച്ചാൽ ഞാൻ പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. അത് സത്യമാണ്. പക്ഷേ എന്നാലും ഞാനൊരു ഈ മാതാവിലേക്ക് ഒന്ന് തിരിയുക, മാതാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും വേണം നമ്മുടെ പഠനത്തിൻ്റെ കൂടെ, നമ്മുടെ കഴിവിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനയും വേണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഠിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലായിരുന്നു അവസാനമായപ്പോൾ. അപ്പോൾ എനിക്ക് മാർക്സൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിന്നു. പക്ഷേ അവസാനത്തെ 3 ദിവസം എക്സാമിന് അവസാനത്തെ 3 ദിവസം മുന്നേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എക്സാമിന് മാർക്ക് പറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെട്ട് അടുത്ത എക്സാമും കുളവാക്കും. അങ്ങനെ ഒരാളല്ല ഞാൻ. അടുത്ത എക്സാമിന് പിടിക്കാം, അടുത്ത എക്സാമിന് അടിപൊളിയാക്കാം എന്നുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് മാർക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. ആ എക്സാം മര്യാദക്ക് എഴുതാനും പറ്റുന്നില്ല. എക്സാം ഹോളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുന്നു. എനിക്ക് എക്സാമിൽ നിന്ന് എനിക്ക് ടെമ്പറേച്ചർ കൂടുന്നു. എൻ്റെ മൊത്തം ടെൻഷനായി. എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നു. അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ എക്സാമിൻ്റെ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ 3 ദിവസം മുന്നേ ഞാൻ ഒന്നും പഠിച്ചില്ല. ആ 3 ദിവസം ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം വീട്ടിലേക്ക് പാലയിൽ നിന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ 3 ദിവസം മുന്നേ ഞാൻ വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഡോക്ടറെ കാണിക്കാം. വീട്ടിലെത്തിയപ്പോൾ ഓൺലൈൻ എക്സാം എഴുതിയിട്ടാണെങ്കിലും എനിക്ക് ഫുൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ എക്സാം പോസ് ചെയ്യും, പിന്നെ ഒന്ന് ഡീപ് ബ്രെത്ത് എടുക്കും, എന്നിട്ട് പിന്നെയും എക്സാം എഴുതും. അങ്ങനെയായിരുന്നു ഫുൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. മൊത്തം എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു എനിക്ക് ഈ വർഷത്തെ ഇനി നീറ്റ് എക്സാം പോലും എഴുതാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ എക്സാമിൻ്റെ ആ ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ ഉപ്പ് ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ആ ഉപ്പ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ അകത്തിട്ട് അതും കൊണ്ടുപോയിരുന്നു. അപ്പം അന്നത്തെ ദിവസം മാത്രമേ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് നെഞ്ചിടിപ്പില്ല, ടെൻഷനില്ല, ഒരു കുഴപ്പമില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു ഈ വർഷം നടന്നത്. എൻ്റെ എക്സാം ഹോളിൽ ഇരുന്ന് കുറേ പിള്ളേർ കരയുന്ന ഞാൻ കണ്ടതാണ് പരീക്ഷ എഴുതിക്കൊണ്ട്. പക്ഷേ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ഞാൻ പരീക്ഷ എഴുതി പുറത്ത് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ടഫായിരുന്നു, നല്ല ടഫായിരുന്നു. വീട്ടിൽ വന്നിരുന്ന് മാർക്ക് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്, എനിക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് എനിക്ക് എന്തായാലും കിട്ടും. അങ്ങനെ വിചാരിച്ച് പിന്നെ ഞാൻ എൻ്റെ അത്രയും മാതാവ് എന്നെ ആ ദിവസം അത്രയും സഹായിച്ചിട്ട് ഞാൻ പിന്നെയും ഉടമ്പടി ഒഴുപ്പുകയാണ് ചെയ്തത്. ഞാൻ ആ സമയത്ത് എൻ്റെ മെറിറ്റിന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ എനിക്കിത്ര മാർക്കുണ്ട്, എനിക്കിത്ര റാങ്കുണ്ട്, എനിക്ക് കിട്ടിക്കോളും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കൊടുത്ത് റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. നമ്മളെല്ലാവരും ഞാൻ ഏത് കോളേജിൽ പോകണം എല്ലാം ഞാനിങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുക. 3 വർഷമായിട്ട് കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ട് കിട്ടിയ സാധനം പെട്ടെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. വീട്ടിലാണെങ്കിലും ഭയങ്കര സങ്കടമായി. എന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, നിനക്ക് വീട്ടിൽ പപ്പയും അമ്മയും എപ്പോഴും പറയും നിനക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന സാധനമില്ല, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, നീ നിൻ്റെ കഴിവിന് മാത്രം അഹങ്കരിച്ചതുകൊണ്ടാണ് നിനക്കിത് വന്നതെന്ന് എനിക്ക് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു, ഉടമ്പടി പുതുക്കി. ഞാൻ ഓഗസ്റ്റ് മുതൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. ഇവിടെ ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കി, അച്ഛനെ കണ്ടു, അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ചു മാതാവിനെ, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാൻ ഇത്രയൊക്കെ മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടും മാതാവ് എന്നെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരാഴ്ചയോളം ഞാൻ മാതാവിനോട് മിണ്ടിയില്ല, ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വന്നില്ല. ഞാൻ ഭയങ്കര പിണക്കമായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അപ്പം പിന്നെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു, നിന്നെ പരീക്ഷിക്കുന്നതാണ്, നീ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ തോറ്റു കൊടുത്താൽ മാതാവ് വിചാരിക്കുമോ ഇവളത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇനി തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനെ എല്ലാ ദിവസവും കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് എനിക്ക് കരയാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ അടുത്ത്
പ്രത്യേകിച്ച് മെഡിസിൻ പഠിക്കുന്ന ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞ കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും എന്തായി ഒന്നും ആയില്ലേ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കും. എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മൾക്ക് തിരിച്ചു പറയാനായിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ജിപ്മറിൽ BSc നഴ്സിങ്ങിന് വരെ രജിസ്റ്റർ ചെയ്തു. അത് 28-ാം തീയതി പോകാനിരുന്നതാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, MBBS എന്ന് പറയേണ്ട സ്ഥാനത്ത് ഞാൻ BSc നഴ്സിങ്ങിന് പോവുക, 3 വർഷം കഷ്ടപ്പെട്ടിട്ടും BSc നഴ്സിങ്ങിന് പോകാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വീട്ടുകാരുടെയും എൻ്റെ പപ്പയും അമ്മയും ഇത് എല്ലായിടത്തും പറയുന്നൊരവസ്ഥ, അവരുടെ അവസ്ഥ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴും എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാൻ പറ്റത്തില്ല. കാര്യം പപ്പയും അമ്മയും അത് കണ്ട് ഞാൻ കരയുന്നത് കണ്ട് അവരും കൂടെ ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നാണ് മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കൊന്ത ചൊല്ലിയാണ് കരഞ്ഞോണ്ടിരുന്നത്. മാതാവ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊന്നും തിരിച്ചു പറയാനല്ല, അതൊക്കെ സഹിക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ മാതാവ്. അതിനുള്ള മറുപടി മാതാവ് അവർക്കുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റണേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അത് മാത്രമല്ല, ഞാനിവിടെ കൊന്ത ചൊല്ലുമ്പോൾ എൻ്റെ പോലെ 3 വർഷമായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്നിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും 2 ആഴ്ച കൂടുമ്പോൾ ഇവിടുന്ന് കുമ്പസാരിക്കുമായിരുന്നു. ഇവിടെ പ്രേക്ഷിതമായിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ദേഷ്യത്തിൻ്റെ കുറേ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഇപ്പം മുഴുവനായിട്ട് മാറിയെന്നല്ല, പക്ഷേ എന്നാലും അതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ കുറേയൊക്കെ അത് കരഞ്ഞാണ് തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് വന്ന്. മാതാവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയി, എനിക്ക് പറയാൻ ഞാനപ്പം അത്രയും ചൂടാവരുതായിരുന്നു. ഞാൻ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ കിട്ടാത്തതിൻ്റെ സങ്കടവും മാതാവ് എനിക്കിത് തരാത്തതിൻ്റെ അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അപമാനിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വിഷമവും ഞാൻ ഇവിടെ വന്നിരുന്ന കരഞ്ഞു തീർക്കുന്ന മാതാവിൻ്റെ അടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ BSc നഴ്സിംഗ് എന്ന് തന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാര്യം അത് മാത്രമേ ഒരു കൺഫേം ആയിട്ട് അത് മാത്രമേ ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശ് രൂപമൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുവാണെങ്കിലും എല്ലാവരും വിശുദ്ധ തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് എന്നോട് ഒരു ദിവസം പപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കളി തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാണ്, നീ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ, പക്ഷേ നിനക്ക് എല്ലാവർക്കും മാതാവ് അടയാളങ്ങൾ കൊടുക്കുന്നു, എല്ലാവർക്കും മാതാവ് ഡേറ്റ് കൊടുക്കുന്നു, നിനക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. അപ്പം ഞാനും പപ്പ അമ്മയുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് ബ്ലെസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ പ്രേക്ഷിതമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയല്ല, എനിക്കൊരു MBBS സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ശരിയാവും, അത് 20-ാം തീയതി ആകുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം അന്ന് എഴുന്നേറ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു 20-ാം തീയതി എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഒക്ടോബറിൽ ആ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഒക്ടോബർ 20 വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് 8-ാം തീയതിയൊക്കെയാണ്, ഒക്ടോബർ 8 എന്നൊക്കെയാണ് അവർ സ്കെഡ്യൂൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്ടോബർ 20 ഇനി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആ പ്രതീക്ഷിതമായിട്ട് ഡേറ്റ് ഇങ്ങനെ നീളുക. അലോട്ട്മെൻറ്റ് ഓരോ പുതിയ കോളേജസ് ആഡാക്കുന്നു, ഡേറ്റ് നീളുന്നു, ഡേറ്റ് നീണ്ട് 18 വരെയായി. 18 വരെയായെന്ന് പറയുമ്പോൾ 18 വരെയാണ് ചോയ്സ് ഫില്ലിങ് ലോക്കിങ് നടന്നത്. 18 കഴിഞ്ഞ് 20-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വരേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി 20-ാം തീയതി മാതാവ് എന്നോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് 20-ാം തീയതി ആയിരിക്കും എനിക്ക് മാതാവ് അഡ്മിഷൻ തരാൻ പോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. 18-ാം തീയതി കഴിഞ്ഞു. 20-ാം തീയതി ദീപാവലി നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് 21-ാം തീയതി ഇന്നലെ ഞാൻ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ 20-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് 22-ആയി. എനിക്ക് ഇനി മാതാവ് എനിക്ക് പറഞ്ഞ ഡേറ്റ് ഞാനിപ്പോൾ എങ്ങനെ എല്ലാവരുടെ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ രാവിലെ വന്നു. ഇവിടെ ഉച്ചയായപ്പോൾ ഒരു 12 മണിയായപ്പോൾ ഞാനിവിടെ അമ്മയുടെ നടക്കിലിരുന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് ചൊല്ലിക്കഴിഞ്ഞ് ജപമാല സമർപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ഗേറ്റ് കടന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നുകൂടെ സൈറ്റിൽ കയറി നോക്ക്. അപ്പോൾ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ റാങ്കിൻ്റെ നേരെ ഒരു പുതിയ കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ട്. എനിക്കൊരു MBBS സീറ്റ് കിട്ടി, ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടി. കർണാടകയിലാണ്, ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എനിക്ക് മെഡിസിന് സീറ്റ് കിട്ടിയത്. ഞാൻ ഒരുപാട് മാതാവിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ മാസം നല്ലൊരു പനി വന്നു. ഞാൻ തളർന്ന് താഴെ വീണു. അങ്ങനെ എനിക്ക് അത്രയും ഭയങ്കരമായിട്ടൊരു പനി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ ആ പനി വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ കാശ്രൂപം നെഞ്ചത്ത് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് പനി പെട്ടെന്ന് കുറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ BP ലോ ആയിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഞാൻ ഇനിയിപ്പോൾ മരിക്കാൻ പോകണമെന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാര്യം എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര പാനിക്കായി, എനിക്ക് നല്ല ടെമ്പറേച്ചർ കൂടിയിട്ട് അത്രയും പ്രശ്നമായി. പക്ഷേ കാശുരൂപം നെഞ്ചത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ വെട്ടി വിയർക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പനി പെട്ടെന്നാണ് കാശുരൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് തന്നെ അപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് ആ പനി എന്നെ വിട്ടുപോയി. ഒരു അധികം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു മെഡിസിൻ അങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം ഇവിടുന്ന് കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വഭാവത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ആളല്ല. ഞാൻ പള്ളിയിലൊക്കെ പോകും, എല്ലാ ദിവസവും കൊന്തയൊക്കെ ചൊല്ലും. പക്ഷേ എങ്കിലും ഞാനത് ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല. കൊന്ത ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എനിക്ക് എൻ്റെ ചിന്തകൾ പല വഴി ഇങ്ങനെ പോയി അത് എവിടെയെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എത്തുന്നത്. അപ്പം ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ സ്വന്തമായിട്ട് കൊന്ത ചൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാനങ്ങനെ ചൊല്ലുന്ന ഒരാളെ അല്ല. വീട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ അമ്മ നിർബന്ധിക്കുമ്പോൾ വന്ന് കൊന്തയ്ക്കിരിക്കും, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച കൃപാസനത്തിൽ 25-ാം തീയതി അഖണ്ഡ ജപമാല റാലിയോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അർത്തിങ്കിലേക്ക് ഒരു റാലി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് 25-ാം തീയതി എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ജിപ്മറിൽ പോകാനാണെങ്കിലും എനിക്ക് 25-ാം തീയതി എനിക്ക് റാലിക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ ആദ്യമായിട്ടാണ്, ഇത്രയും നാളും ഇവിടെ അടുത്ത് തന്നെയാണ് വീടെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് റാലിക്ക് പോയി, റാലി കംപ്ലീറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അച്ഛനെല്ലാവരും ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. ഞാൻ റാലി നടന്നപ്പോൾ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവ് എനിക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ MBBS അഡ്മിഷനെ കുറിച്ചല്ല, ശരിക്കും എനിക്കിത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് റാലിയുടെ ദിവസം മൊത്തം എനിക്ക് തടസ്സങ്ങളായിരുന്നു. എനിക്കൊരു പനി വന്നു, ഭയങ്കര ചുമ ജലദോഷമായിരുന്നു, മൊത്തം തടസ്സങ്ങളായിരുന്നെങ്കിലും എനിക്ക് അത് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 25-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ലെങ്കിലും എനിക്ക് അഖണ്ഡ ജപമാല ചൊല്ലി എനിക്ക് ആർക്കെങ്കിലും വരെ നടക്കാൻ പറ്റി. കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്ത് അവിടെ അരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും അഡ്മിഷൻ ശരിയായോ, എന്തായി, അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, എല്ലാം ഇങ്ങനെ നമ്മളെടുത്ത് നമ്മൾ വേദനിപ്പിക്കാൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനതൊക്കെ മാതാവിൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മാതാവ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് എനിക്ക് മാതാവിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് വന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവരെല്ലാവരും മാതാവിൻ്റെ സമീപം ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്നത് അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. All praise and thanks be to Kripasanam Mother. My name is Florence. I am coming from Mumbai to give my testimony. I had taken a Marian covenant in the year 2022 and it's been 3 years since that. Since whatever I have requested to Mother Mary has come to fruition. During that time, after taking this covenant, I have been going for Holy Mass. I have been reading the Word of God. I have been doing my Holy Rosary and acts of mercy, using my salary to help people. These were all things that I had not done before, but after taking this covenant, I have been able to do it. What I actually wanted to testify is initially when I had gotten a job post my college, I did not think a lot into it and I quit my very first job without actually thinking a lot about it. And the 4 years since, I have been in this very crazy ruckus of trying to find out a job which was perfect for me. And during that time, I had taken my Marian covenant, but things were not, I could not see a lot of things happening and I lost a lot of my faith. And this was a journey for me and I learned a lot about Mother Mary and Jesus and my relationship with them, what it actually stands. It's beyond material things. It's more about that growth that I experienced with them. I had actually interviewed for a lot of jobs and I could not get them. I could see a lot of failure and with every failure I hated God, which is a very strange thing to say, but that was what I personally experienced. And it was that turning point
through all the prayers that I had done, even though I was losing my faith, I kept on praying. And I feel at some point God was transforming me from within. And all of those prayers came to a fruition on one particular point of time in my life. That was in February of 2025, which I had completely given up spiritually. And I had interviewed for the Australian consulate at Mumbai for the position of a research officer. And at that point of time, I was like, it doesn't matter if or not I get this job, because I felt like the more I am trying in this madness of trying to get what I want, I was losing my faith more and more. I did not bother to prepare much for the interview, and I did not give my best. I thought that, this would be another job that makes me lose my faith even more and not exactly be on the spiritual path that I should be, on the Christian path, and to go in the way that Mother Mary would want me to go. My mother, and I did not do a good job at that interview, and my mother came here on April 28 in 2025 to pray to Kripasanam Mother and do her Marian covenant. And lo and behold, on April 29th, I get the news that I have been selected to become a research officer at the Australian consulate at Mumbai. And that is what I have come to testify. It's been 3 months since I have been at the job, and I had a train today, and I'm leaving today itself. And I want to praise and thank Mother Mary for giving me this opportunity to be here and give this testimony, what I've felt. And if anyone can benefit from this, I would encourage you, come here and give your heart, open up your heart to her. She will show you the way. There are things you might not understand now, but throughout your journey, you will understand more and more. And I encourage the youth and people just like myself. I have benefited from being here, and there's something about this place that makes me feel, and that's what I want to share. Thank you so much.